നമ്മുടെ ഇവിടുത്തെ മെയിൻ ഫെസ്റ്റിവലുകളിൽ ഒന്നാട്ടോ അർത്തുങ്കപ്പള്ളിയിൽ പെരുന്നാൾ. ആലപ്പുഴയിലുള്ളവർക്ക് എല്ലാവർക്കും ഇതറിയാൻ പറ്റുമായിരിക്കും. ജാതിമത ഭേദമന്യേ എല്ലാവരും വന്ന് ഒത്തുകൂടുന്നൊരു സ്ഥലമാട്ടോ ഇത്. തിക്കും തിരക്കും കാരണം അകത്തോട്ട് കയറാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരിക്കും ഒട്ടുമിക്ക ദിവസങ്ങളിലും. ഞങ്ങളൊരു 3-4 തവണ ഇപ്പം തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്തവണ വന്നപ്പം എൻ്റെ അനിയത്തിക്കാണെങ്കിൽ അവതാറിൻ്റെ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്, അത് കാണാൻ കയറണമെന്ന് ഭയങ്കര നിർബന്ധം. അങ്ങനെ അച്ഛൻ വന്നില്ല. അച്ഛൻ പറഞ്ഞു ഞാൻ വരുന്നുണ്ട്, നിങ്ങൾ പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. ഇതാണ് അവിടെ കണ്ടൊരു അവതാർ. അങ്ങനെ കണ്ടപ്പോഴേ ഞങ്ങൾക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ലായിരുന്നു. അവതാറിനും ചിരി അടക്കാൻ പറ്റുന്നില്ലായിരുന്നു. പുള്ളിക്കാരനും ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. പിന്നെ 100 രൂപ ടിക്കറ്റ് എടുത്ത് വെറുതെ കയറി അത് ഇറങ്ങിപ്പോന്ന്. ഒന്നും ഉണ്ടായിരുന്നില്ല അകത്ത്, വെറുതെ ഒരു പറ്റിച്ച്. അച്ഛൻ മാത്രം ബുദ്ധിമാൻ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു അപ്പോഴേ അറിയായിരുന്നു ഇതിനകത്തൊരു കുന്തവും കാണത്തില്ല എന്ന്. അങ്ങനെ അവിടുന്ന് നേരെ നമ്മൾ പിന്നെ ബീച്ച് സൈഡിലോട്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് കുറേ നേരം കടൽത്തിരയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കണം. പിന്നെ കുറച്ച് നേരം വല്ലതൊക്കെ മേടിച്ചൊക്കെ കഴിക്കണം. അവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു സ്ഥലം ഒപ്പിച്ച് അവിടെ എങ്ങാനും കുത്തിയിരുന്ന് ചെയ്യും. പിന്നെ അവിടുത്തെ മെയിനായിട്ട് നമ്മൾ മേടിക്കുന്ന ഒരു ഐറ്റമാണ് ഉണക്കമീൻ. അവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഉണക്കമീൻ മേടിച്ചുകൊണ്ടേ നമ്മളെപ്പോഴും പോകാറുള്ളൂ. അങ്ങനെ അതും മേടിച്ച് നമ്മളിറങ്ങി. പിന്നെ കുറച്ച് ഇതുപോലെ ഫാൻസി ഷോപ്പിലൊക്കെ കയറി ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അനിയത്തി അവിടെ നിന്ന് ഇവിടം വരെയും പറഞ്ഞുകൊണ്ട് വന്നൊരു സാധനമാണ് ഇതിൽ കയറ്റണം എന്ന്. അത് കയറ്റാതെ അവളവിടെ നിന്ന് ഇറങ്ങില്ല എന്ന് പറഞ്ഞ് ബഹളമായിരുന്നു. ആദ്യത്തെ തവണ വന്നപ്പോൾ കയറാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു മുഖം വീർപ്പിക്കൽ ഒരു 2-3 ദിവസത്തേക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് വരുമ്പോൾ എന്തായാലും കയറ്റണമെന്ന് വിചാരിച്ച് തന്നെയാണ് വന്നത്. അവൾ വന്നപ്പോഴേ അവിടെ ഇറങ്ങിയപ്പോൾ തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിൻ്റെ അകത്ത് കയറണം, തിരിച്ച് പോകുമ്പോൾ കയറണമെന്ന്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ അവിടെ കയറി. ആ ഒരു ഇതിൽ മാത്രമേ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് മാത്രം അവൾക്ക് മതിയെന്ന് പറഞ്ഞു, മറ്റേതൊന്നും കയറണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു വണ്ടി പോലെ ഇരിക്കുന്ന സാധനത്തിൽ കയറി ഭയങ്കര കറക്കമായിരുന്നു. കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് നമ്മളെ കറക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം ഒരു തവണ കയറിയിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ പക്ഷേ ശരിക്കും പേടിച്ചു പോയായിരുന്നു താഴെ വീഴുമെന്നും പറഞ്ഞിട്ട്. പക്ഷേ ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആകും തോറും നമ്മളതിനെ ഓവർകം ചെയ്യുമല്ലോ. പിന്നെ എൻ്റെ അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. കാരണം ഈ ഗാർഡനിൽ കയറിയിട്ട് ഉള്ള ചക്ക മാങ്ങ തേങ്ങ അങ്ങനെ അടുത്ത് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. ഇതൊക്കെ വാങ്ങിച്ചൊരു 12:30-1 മണിയായിട്ടോ ഞങ്ങൾ അർത്തുങ്കപ്പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ.